നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നതിൽ സസ്പെൻസ് തുടരുന്നു. സോണിയാഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നാളെ പ്രഖ്യാപനമുണ്ടായേക്കും. മെറിറ്റടക്കം പരിഗണിച്ച് തീരുമാനം. ഘടകകക്ഷികളുടെ അഭിപ്രായം വീണ്ടും ആരായും. സി ജോസഫ് വിജയ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് ജോസഫ് വിജയ്. 9 TVK മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ആഭ്യന്തര വകുപ്പും വിജയ്ക്ക്. എതിർത്തുനിന്നവർ ആയാലും തമിഴ്നാട്ടിലെ 8 കോടിയും തന്റെ ജനങ്ങളെന്ന് വിജയ്. ഖജനാവ് കാലിയെന്നും ധവളപത്രം പുറത്തിറക്കിയ ശേഷം പ്രവർത്തനം തുടങ്ങുമെന്നും പുതിയ മുഖ്യമന്ത്രി. മതനിരപേക്ഷതയുടെയും സാമൂഹിക നീതിയുടെയും പുതുയുഗത്തിന് തുടക്കമായെന്ന് വിജയ്. CPM PB യോഗം ഡൽഹിയിൽ. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കും. പാലക്കാട് CPM-ൽ കൂട്ടരാജി. ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച ഏരിയ കമ്മിറ്റി അംഗത്തെ തരം താഴ്ത്തിയതിൽ പ്രതിഷേധിച്ച് 30ഓളം പേർ രാജിവെച്ചു. ഹൈക്കമാൻഡ് വിലക്ക് ലംഘിച്ച് ശശി തരൂരിനായി ഫ്ലക്സ്. തരൂരിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉയർത്തിക്കാട്ടിയുള്ള ബോർഡ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. പി ജയരാജനെ അനുകൂലിച്ച് മലപ്പുറത്ത് CPM ഫ്ലക്സ്. വർത്തമാനകാലം ആവശ്യപ്പെടുന്നത് പ്രതിരോധത്തിന്റെ കരുത്തെന്ന് ഫ്ലക്സിൽ. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിലെ മുഖ്യ സൂത്രധാരൻ നജീബ് പിടിയിൽ. നജീബ് പിടിയിലായത് ഡൽഹിയിലെ ഗാസിയാബാദിൽ നിന്ന്. തിരുവനന്തപുരം കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ ലൈംഗിക അതിക്രമത്തിനിരയായ സ്ത്രീയെ കണ്ടെത്തി. മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടി. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതം. കേരള തീരത്തിന് മുകളിൽ ചക്രവാത ചുഴി. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞ വേദിയിൽ തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക സ്ക്വാഡ് എന്ന സുപ്രധാന പ്രഖ്യാപനവും വിജയ് നടത്തി. സിനിമാ സ്റ്റൈലിൽ പ്രവർത്തകരെ ആവേശ കൊടുമുടിയിലാക്കിക്കൊണ്ടായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയുടെ സത്യപ്രതിജ്ഞ. സി ജോസഫ് വിജയ് എന്ന ഞാൻ എന്ന് തുടങ്ങിയ വിജയ് പേപ്പറിൽ നോക്കാതെയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. 2ാമത്തെ ഭാഗം മാത്രമാണ് വിജയ് പേപ്പർ നോക്കി വായിച്ചത്. തമിഴ്നാട് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സി ജോസഫ് വിജയ് എന്നും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பாൽ. വിപുലമായ ചടങ്ങായിരുന്നു ഒരുക്കിയിരുന്നത്. ചടങ്ങിന് സാക്ഷിയാകാൻ വിജയുടെ കുടുംബാംഗങ്ങളും TVK പ്രവർത്തകരും സിനിമാ താരങ്ങളും അടക്കം വലിയ നിര തന്നെ എത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ചടങ്ങിൽ ശ്രദ്ധേയമായി. 9 മന്ത്രിമാരാണ് വിജയ്ക്കൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരു വനിതാ മന്ത്രിയും ഉൾപ്പെട്ടിട്ടുണ്ട്. സെൽവി എസ് കീർത്തന എന്ന 29 വയസ്സുകാരി. സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ മാതാപിതാക്കളും സുഹൃത്ത് തൃഷയും എത്തിയിരുന്നു. MGRന് ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രിയാകുന്ന സിനിമാ താരമാണ് വിജയ്. 1967 ശേഷം ദ്രാവിഡ പാർട്ടികളായ DMK-ക്കും അണ്ണാ DMK-ക്കും പുറത്തുനിന്നും തമിഴ്നാട് ഭരിക്കുന്ന ആദ്യ നേതാവായി വിജയ് മാറുകയാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം കോൺഗ്രസ് ആദ്യമായി മന്ത്രിസഭയുടെ ഭാഗമാകുന്നു എന്ന പ്രത്യേകതയും ഈ സർക്കാരിനുണ്ട്. സർക്കാർ രൂപീകരണത്തിൽ ഒപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞ വിജയ് രാഹുൽ ഗാന്ധി സഹോദരൻ ആണെന്നായിരുന്നു പറഞ്ഞത്. സർക്കാർ രൂപീകരിക്കുന്നതിൽ നിർണായക പിന്തുണ നൽകിയ പാർട്ടികളുടെ നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞും വിജയ് നന്ദി അറിയിച്ചു. ആഭ്യന്തര വകുപ്പും വിജയ് തന്നെയാകും കൈകാര്യം ചെയ്യുക. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ആദ്യ ഉത്തരവും വിജയ് പുറത്തിറക്കി. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കും. തന്റെ സർക്കാർ സുതാര്യമായിരിക്കുമെന്നും ജനങ്ങളുടെ ഒരു ചില്ലിക്കാശ് പോലും താൻ തൊടില്ല എന്നും അഴിമതിയെക്കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ നടത്തിയ പ്രസംഗത്തിൽ വിജയ് പറഞ്ഞു. ഇതൊരു പുതിയ തുടക്കമാണ്. DMK-ക്കെതിരെ കടുത്ത വിമർശനവും വിജയ് ഉന്നയിച്ചു. This is a new beginning. A new era of a real secular
social justice starts now. വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങിയ ഇളയ ദളപതിക്ക് ഇനി രാഷ്ട്രീയത്തിൽ പുതിയ ഇന്നിംഗ്സ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തമിഴ് മണ്ണിന് എന്നും വീരനായകരെ നെഞ്ചേറ്റിയ ചരിത്രമേ ഉള്ളൂ. MGRും ജയലളിതയും നടത്തിയ മാസ് എൻട്രി ദശാബ്ദങ്ങൾക്കിപ്പുറം മറ്റൊരു താരത്തിലൂടെ തമിഴ്നാട് വീണ്ടും കാണുകയാണ്. വെള്ളിത്തിരയിലെ ഇളയ ദളപതിയിൽ നിന്നും തമിഴ്നാടിന്റെ ജനനായകനിലേക്കുള്ള ചന്ദ്രശേഖരൻ ജോസഫ് വിജയുടെ പരിണാമം കേവലം ഒരു രാഷ്ട്രീയ മാറ്റമല്ല, മറിച്ച് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ വലിയൊരു ചലനമാണ്. തിരക്കഥകളെ വെല്ലുന്ന ട്വിസ്റ്റുകൾ, ഭരണകൂടത്തിന്റെ പരീക്ഷണങ്ങൾ, ഒടുവിൽ ജനവിധിയിൽ വിരിഞ്ഞ ആ വിസിൽ മുഴക്കം. സിനിമയിലെ നായകനേക്കാൾ കരുത്തോടെയാണ് വിജയ് രാഷ്ട്രീയ കളരിയിൽ വിജയം തൊട്ടത്. இந்த விஜய் களத்துக்கு வர்றது ஒன்றும் புதுசில்ல கண்ணா. ചന്ദ്രശേഖരൻ ജോസഫ് വിജയ് കന്നി അംഗത്തിലൂടെ തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തിരുത്തിയെഴുതിയ ഇളയ ദളപതി. തമിഴ്നാട് മുഖ്യമന്ത്രി പദവിയിലെത്താൻ തിരക്കഥകളെ വെല്ലുന്ന ട്വിസ്റ്റുകൾ അതിജീവിക്കേണ്ടി വരുമെന്ന് വിജയ് ഒരിക്കലും കരുതി കാണില്ല. വെള്ളിത്തിരയിലെ രക്ഷകൻ തങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലും രക്ഷകനായി എത്തുമെന്ന വിശ്വാസം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഉറച്ചതാണ് വിജയുടെയും TVKയുടെയും വിജയത്തിന് വഴിയൊരുക്കിയത്. MGRനെയും ജയലളിതയും പോലെ സൂപ്പർ താരങ്ങൾ ജനനായകരായ മണ്ണിലേക്ക് തന്നെയാണ് തന്റെ മുൻഗാമികളെ പോലും വെല്ലുന്ന രീതിയിൽ വിജയ് എത്തുന്നത്. ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിൽ പൊട്ടിമുളച്ചതല്ല വിജയ്. വർഷങ്ങളായുള്ള കൃത്യമായ ആസൂത്രണം അതിന് പിന്നിലുണ്ട്. വിജയ് മക്കൾ ഇയക്കം എന്ന ആരാധക സംഘടനയിലെ ആ വലിയ ആൾക്കൂട്ടം ഭാവിയിൽ വോട്ടായി മാറുമെന്ന് ദീർഘവീക്ഷണം ഒടുവിൽ യാഥാർത്ഥ്യമായി മാറി. ആരാധക സംഘടന 2024 ഫെബ്രുവരി 2 TVK എന്ന പാർട്ടിയായി ഉദയം ചെയ്തപ്പോൾ പലരും പരിഹസിച്ചു. എന്നാൽ ഇന്ന് അതേ വിജയ് തമിഴ്നാടിന്റെ ദളപതിയായി മാറി. സിനിമയെ വെല്ലുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ കണ്ട രാഷ്ട്രീയ നീക്കങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളുടെ പിൻവാങ്ങലും കുതികാൽ വെട്ടലും ഭരണഘടനയുടെ കാവലാളായ ഗവർണറിൽ നിന്നും തുടങ്ങിയ പരീക്ഷണങ്ങളും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. സിനിമയിൽ മെയ്വഴക്കവും പരിചയസമ്പത്തും ഏറെയുണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് ഇതൊക്കെ പുതിയ അനുഭവങ്ങൾ. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് സിനിമയിലെ വീരനായകന്റെ വിജയം പോലെ വിജയ് രാഷ്ട്രീയത്തിലും ജനനായകനായി. 90കളുടെ അവസാനം വരെ റൊമാൻറ്റിക് ഹീറോ പരിവേഷമായിരുന്നു വിജയ്ക്ക്. തുടർന്ന് പോരാട്ട വീര്യമുള്ള കഥാപാത്രങ്ങളിലേക്ക് ശ്രദ്ധയൂന്നി. സാമൂഹിക നീതിയിൽ വേരൂന്നിയ രക്ഷകൻ കഥാപാത്രങ്ങളിലൂടെ ബോധപൂർവം തന്റെ പ്രതിച്ഛായ മാറ്റിയെടുത്തു. വിവാദങ്ങൾ അകമ്പടിയായി ഒപ്പമുണ്ടായിരുന്നുവെങ്കിലും ജനപിന്തുണ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. തെറ്റായ ജനാധിപത്യ വ്യവസ്ഥിതികളെയും രാഷ്ട്രീയ അരാജകത്വത്തെയും ചോദ്യം ചെയ്തും ജാതിമത വിവേചനത്തെ വിമർശിച്ചും അഴിമതിക്കും ഭരണകൂട നിസ്സംഗതയ്ക്കും താക്കീത് നൽകിയും വിജയുടെ കഥാപാത്രങ്ങൾ വൻ ഹിറ്റുകൾ തീർത്തു. കത്തിയിൽ കർഷക ദുരിതം, മെർസലിൽ ആരോഗ്യരംഗത്തെ അഴിമതികൾ, ബിഗിലിൽ സ്ത്രീ ശാക്തീകരണം, സർക്കാരിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ. പാർട്ടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ തന്റെ സിനിമകളിലൂടെ വിജയ് പ്രത്യയശാസ്ത്രപരമായ അടിത്തറ പാകിയിരുന്നു. ആഗ്രഹിച്ച വിസിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ലഭിച്ചു. ആ വിസിൽ മുഴക്കം ജനവികാരമായി തമിഴ്നാട്ടിലെങ്ങും അലയടിച്ചു. ആ അലയൊലിയിൽ അടിപതറിയതോ വർഷങ്ങളായി തുടർന്നു വന്ന പരമ്പരാഗത രീതികൾ. ഒടുവിൽ ജനനായകനായി തമിഴ്നാട്ടിന്റെ ഹൃദയത്തിലേക്ക്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 30 വർഷത്തോളം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്ന DMKയെ രാഷ്ട്രീയ കാറ്റ് മാറിയ നിമിഷം കോൺഗ്രസ് ഒറ്റിക്കൊടുത്തുവെന്ന് മോദി വിമർശിച്ചു. അധികാര കൊതിയന്മാരായ കോൺഗ്രസ് കിട്ടിയ ആദ്യ അവസരത്തിൽ തന്നെ DMKയെ പിന്നിൽ നിന്ന് കുത്തിയെന്നും രാഷ്ട്രീയമായി നിലനിൽക്കാൻ മറ്റൊരു പാർട്ടിയെ കൂടി കോൺഗ്രസിന് ആവശ്യമായി വന്നിരിക്കുകയാണെന്നും മോദി വിമർശിച്ചു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ അനിശ്ചിതത്വം തുടരുന്നു. ഘടകകക്ഷികളുടെ അഭിപ്രായം വീണ്ടും തേടിയേക്കും. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് VD സതീശൻ വ്യക്തമാക്കിയതോടെയാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞത്. ഇനി ചർച്ച ഉണ്ടാകില്ലെന്നും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ചേർന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന 6 ദിവസമാകുമ്പോഴും കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പം തുടരുകയാണ്.
സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം പരിശോധിച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ചേർന്നാകും ഇനി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക. കേന്ദ്ര നിരീക്ഷകർ വീണ്ടും ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്താനും സാധ്യതയുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ കേരളത്തിലെ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ MLA-മാരുടെ പിന്തുണ പ്രകാരം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്ന ചർച്ച നടന്നെങ്കിലും കടുത്ത അതൃപ്തിയാണ് VD സതീശൻ അറിയിച്ചത്. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പറയാനുള്ളത് നേതാക്കൾ കേട്ടു. MLA-മാരുടെ പിന്തുണയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നാണ് KC വേണുഗോപാൽ ശക്തമായി ആവശ്യപ്പെട്ടത്. MP-മാരുടെയും പിന്തുണ KC വേണുഗോപാലിനാണെന്ന് നിരീക്ഷകർ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഇതോടെയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്താനാകാതെ യോഗം പിരിഞ്ഞത്. തീരുമാനം പൂർണ്ണമായും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും വിട്ടു. VD സതീശിനു വേണ്ടി നടന്ന പ്രകടനങ്ങൾ അച്ചടക്ക ലംഘനമാണെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തിയതോടെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ ഒഴിവാക്കാനും നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹിയിൽ നടന്നത് സമാധാനവും സംതൃപ്തിയുമുള്ള ചർച്ചയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നല്ല ചർച്ചകളും തീരുമാനവും ഉണ്ടാകും. മുഖ്യമന്ത്രിയെ ഉടൻ പ്രഖ്യാപിക്കും. കൃത്യമായ മാനദണ്ഡം ഹൈക്കമാൻഡിന്റെ മുന്നിലുണ്ടെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. സമാധാനക്കുറവൊന്നുമില്ല, സംതൃപ്തി നന്നായിട്ടുണ്ട്. ശുഭോദർക്കമായ ചർച്ചയും തീരുമാനമാണ് ഹൈക്കമാൻഡ് അറിയിക്കും. അതിൽ വിവാദ നടപടികളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ഞങ്ങളെല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങി. നല്ല തീരുമാനമുണ്ടാവും. എപ്പോഴുണ്ടാവും തീരുമാനം? വളരെ നേരത്തെ ഉണ്ടാവുന്ന ഇന്നുണ്ടാവോ? പറയൂ. മുഖ്യമന്ത്രി ചർച്ചകളിൽ പ്രതികരിക്കാതെ രമേശ് ചെന്നിത്തല. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വിജയ്ക്ക് അദ്ദേഹം ആശംസ അറിയിച്ചു. തമിഴ്നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നും രമേശ് ചെന്നിത്തല ആശംസയായി നേർന്നു. ദളപതി വിജയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. തമിഴ്നാടിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും അദ്ദേഹത്തിന് വലിയ സംഭാവന ചെയ്യാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസ് അദ്ദേഹവുമായി ചേരണമെന്നായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഞാനത് പല നേതാക്കന്മാരോടും പ്രകടിപ്പിച്ച ഒന്നാണ്. തീർച്ചയായും വിജയുടെ വിജയം തമിഴ്നാടിൻ്റെ വലിയ തോതിലുള്ള ഉയർച്ചയ്ക്കും തമിഴ് മക്കളുടെ പുരോഗതിക്കും സഹായകമാകുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് 2 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകുമെന്ന് K മുരളീധരൻ. പ്രഖ്യാപനം വൈകിയിട്ടില്ല. വേഗുവോളം കാത്തു, ഇനി 6വോളം കാക്കാമെന്നും മുരളീധരൻ പറഞ്ഞു. ഇപ്പോഴത്തെ തർക്കത്തിൽ അസ്വാഭാവികതയില്ല. ഇപ്പോഴത്തേതൊരു പുതിയ തലമുറയാണ്. പുതിയ ആളുകൾ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്നും K മുരളീധരൻ പറഞ്ഞു. അല്ല, നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടെ മനസ്സിലായത് 2 ദിവസം കൊണ്ട് പ്രഖ്യാപനം വരുന്നതാണ്. അപ്പോൾ പ്രഖ്യാപനം വരട്ടെ. അതായത് ഈ വേവുവോളം കാത്തിരുന്നാൽ 6വോളം കാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഏതായാലും തീരുമാനം വരട്ടെ. അല്ല, 2011 അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരികയല്ലേ. പഴയ തലമുറ മുഴുവനായിട്ട് മാറി പുതിയ തലമുറ വരുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നതിനിടെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് വീണ്ടും ഫ്ലക്സ് ബോർഡ് ഉയർന്നു. ശശി തരൂരിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉയർത്തിക്കാട്ടിയുള്ളതാണ് പുതിയ ഫ്ലക്സ്. സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് ഫ്ലക്സ് ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ അനുയോജ്യൻ ശശി തരൂർ എന്നെഴുതിയ ഫ്ലക്സാണ് സ്ഥാപിച്ചത്. കോൺഗ്രസിന് പിന്നാലെ CPM-ലും ഫ്ലക്സ് വിവാദം. മലപ്പുറത്ത് P ജയരാജന്റെ ഫ്ലക്സ് ബോർഡ് ഉയർന്നു. വണ്ടൂർ വാണിയമ്പലം കറുത്തേനിയിലാണ് PJ ആർമി എന്ന പേരിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. വാക്കുകളല്ല വർത്തമാനകാലം ആവശ്യപ്പെടുന്നത്, പ്രതിരോധത്തിന്റെ കരുത്താണ്. ആ കരുത്തുമായി PJ വരട്ടെ എന്ന് ഫ്ലക്സ് ബോർഡിൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയവും രാഷ്ട്രീയ സ്ഥിതിഗതികളും ചർച്ച ചെയ്യാനായി CPM പോളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ ചേരുന്നു. ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ സംഘടനാ തലത്തിലുണ്ടായ വീഴ്ചകളും വോട്ട് ചോർച്ചയും PB പരിശോധിക്കും. വിശദമായ ചർച്ചയ്ക്ക് ശേഷം തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് പാർട്ടി കടന്നേക്കും. 21 മുതൽ 23 വരെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ഇതിൽ അന്തിമ തീരുമാനമെടുക്കും. പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നതിലും PB യോഗത്തിൽ ധാരണയായേക്കും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകണമെന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത്. പാലക്കാട് CPM-ൽ കൂട്ടരാജി. CPM പാലക്കാട് ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച ഏരിയ കമ്മിറ്റി അംഗത്തെ തരം താഴ്ത്തിയതിൽ പ്രതിഷേധിച്ച് 30ഓളം പേർ CPM-ൽ നിന്ന് രാജിവെച്ചു. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അബ്ദുൾ ഷുക്കൂറിനെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയത്. ഏരിയ കമ്മിറ്റി യോഗത്തിൽ വെച്ച് ജില്ലാ നേതൃത്വത്തോട് കലഹിച്ചതിന് പിന്നാലെയാണ് അബ്ദുൾ ഷുക്കൂറിനെ തരം താഴ്ത്താൻ തീരുമാനിച്ചത്.
ജോസ് കെ മാണിക്കോ മറുപടിയുമായി അപ്പു ജോസഫ്. തന്റെ ശൈലി ജോസ് കെ മാണിക്കോ പാർട്ടിക്കോ മനസ്സിലാക്കാൻ കഴിയില്ല. ധൂർത്തപുത്രൻ എന്ന് പറഞ്ഞ് ബൈബിളിലെ ഉപമ കടമെടുത്തത് ധൂർത്തപുത്രൻ എന്ന് പറഞ്ഞത് ബൈബിളിലെ ഉപമ കടമെടുത്തതാണ്. ജോസിന് വിഷമമായെങ്കിൽ പിൻവലിക്കുന്നു. കർഷക വിഷയങ്ങളിൽ സർക്കാരിന് വീഴ്ചയുണ്ടായാൽ എതിർക്കാൻ നിയമസഭയിൽ MLA ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതിന്റെ പൊരുള് അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് മാണി സാർ സ്ഥാപിച്ചൊരു പാർട്ടിയാണ്. അത് നശിച്ചു പോകേണ്ട പാർട്ടിയല്ല. നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ സാമൂഹിക സന്തുലിതാവസ്ഥ, ഈക്വിലിബ്രിയം എന്ന് പറയും, അത് നിലനിന്ന് പോകണമെങ്കിൽ ശക്തമായ പ്രതിപക്ഷവും വേണം. ഐക്യനാധിപത്യ മുന്നണി ഒരു നല്ല ഭരണം കാഴ്ചവെക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ ഏതെങ്കിലും ഒരു കാരണവശാൽ കർഷകർക്ക് വിരുദ്ധമായ രീതിയിലോ എന്തെങ്കിലും ഒരു നിലപാട് വന്നാൽ കർഷകർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇന്ന് പ്രതിപക്ഷത്തൊരു MLA ഇല്ല. കേരള കോൺഗ്രസ് പാർട്ടിയാണ് ആദ്യമേ ഈ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത്. ഇന്ന് അവർക്കൊരു MLA ഇല്ല. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിലെ മുഖ്യപ്രതി ഡൽഹിയിൽ പിടിയിലായി. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബാണ് ഡൽഹിയിലെ ഗാസിയാബാദിൽ നിന്ന് പിടിയിലായത്. കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. കഴിഞ്ഞ ദിവസമാണ് കൊച്ചി, കൊല്ലം കേന്ദ്രീകരിച്ച് വ്യാജരേഖ ചമച്ച് വൻതോതിൽ അനധികൃത അവയവദാനം നടത്തിയിരുന്ന വിവരം പുറത്തുവന്നത്. കേസിലെ മുഖ്യപ്രതി നജീബിന്റെ സുഹൃത്തുക്കളിൽ നിന്നുമാണ് വിവരം പോലീസിലേക്ക് എത്തിയത്. DGPക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചി പോലീസിന് അന്വേഷണം കൈമാറി. തുടർന്ന് എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. വ്യാജ ലെറ്റർ പാഡുകളും സർട്ടിഫിക്കറ്റുകളും സീലുകളുമെല്ലാം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇവ നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ സ്ഥാപനത്തിന്റെ ഉടമകളെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കേസിൽ ഇതുവരെ 7 പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മുഖ്യപ്രതി മുഹമ്മദ് നജീബിനെ ഡൽഹിയിലെ ഗാസിയാബാദിൽ നിന്നുമാണ് പിടികൂടിയത്. ഇയാളെ ചോദ്യം ചെയ്യുന്നതോടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അവയവദാനം നിയമപരമാണെങ്കിലും അവയവ കച്ചവടം വലിയ കുറ്റകൃത്യമാണ്. നിർധനരായ ആളുകളെ കണ്ടെത്തി പണം പറഞ്ഞുറപ്പിച്ച് വ്യാജരേഖയുണ്ടാക്കി അവയവം കച്ചവടം ചെയ്യുകയായിരുന്നു സംഘം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കും. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായ സ്ത്രീയെ പോലീസ് കണ്ടെത്തി. ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയ യുവതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കും. പ്രതിക്കായ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തിരുവനന്തപുരം കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിനുള്ളിൽ വച്ചാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായത്. ഒരുപക്ഷെ ആരും അറിയാതെ പോകുമായിരുന്ന അതിക്രമത്തിന് CCTV മൂകസാക്ഷിയായി. KSRTC ഉദ്യോഗസ്ഥർ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടെയാണ് അതിക്രമം ശ്രദ്ധയിൽപ്പെട്ടത്. ഡിപ്പോ അധികൃതർ ഉടൻ പോലീസിൽ പരാതി നൽകി. പ്രതിയെന്ന് സംശയിക്കുന്ന ബ്രൂസ്ലി ഷിബുവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ പന്നിയോട് സ്വദേശിയാണ്. സംഭവത്തിൽ ഇരയായ സ്ത്രീയെ കണ്ടെത്തി ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആലപ്പുഴ പാണാവള്ളിയിൽ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ വയോധികനെ തെങ്ങിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. തൃച്ചാറ്റുകുളം കുഴിപ്പറമ്പത്ത് വിജയനാണ് അക്രമത്തിനിരയായത്. ഉടുമുണ്ടുരിഞ്ഞ് തെങ്ങിൽ കെട്ടിയാണ് ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ചത്. അയൽവാസി സത്താർ ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വിജയനെ നേരത്തെ ആക്രമിച്ചതിന്റെ കേസ് കോടതിയിലുണ്ട്. അതിന്റെ വിരോധമാണ് മർദ്ദിക്കാൻ കാരണം. വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് പ്രതികളുടെ വീട്ടുമുറ്റത്തെത്തിച്ചായിരുന്നു ആക്രമണം. കോഴിക്കോട് നരിപ്പറ്റയിൽ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങി. ഇന്നലെ രാത്രിയാണ് സംഭവം. പഞ്ചായത്ത് അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പിന്റെ RRT അംഗങ്ങൾ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കാട്ടുപോത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കളമശ്ശേരിയിൽ പോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കൈപ്പടമുകൾ കൊല്ലംകുടി വീട്ടിൽ അബുവാണ് മരണപ്പെട്ടത്. തൊട്ടടുത്ത പാടത്തിന് സമീപത്തു നിന്നും കെട്ടഴിഞ്ഞു വന്ന പോത്ത് അബുവിന്റെ വീടിന് സമീപത്തെ മരങ്ങൾ കുത്തിമുറിക്കുന്നത് കണ്ട് പോത്തിനെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി പോത്ത് ആക്രമിക്കുകയായിരുന്നു. ഇടുക്കി ഉപ്പുതറയിൽ വീടിനുള്ളിൽ സ്ഫോടനം. ഉപ്പുതറ പാക്ക വീട്ടിലെ അൻസാരിയുടെ വീട്ടിനുള്ളിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ വീട് തകർന്നു. അൻസാരിക്ക് സാരമായി പൊള്ളലേറ്റു. ഇദ്ദേഹത്തെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ അൻസാരി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ സ്ഫോടന കാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. എറണാകുളം അങ്കമാലിയിൽ പെൺകുട്ടിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ചു.
ഉത്തർപ്രദേശ് സ്വദേശി രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ് പീഡനത്തിനിരയായത്. പെൺകുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പ്രതിയെ പിടികൂടിയത്. ഉച്ചയോടെയായിരുന്നു ആക്രമണം. ചങ്ങനാശ്ശേരിയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. അപ്സര തിയേറ്ററിന് സമീപത്തെ രഹസ്യ ഗോഡൌണിൽ ഇറക്കുന്നതിനിടയിലാണ് 60 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. മൈസൂരിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നത്. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. പിക്കപ്പ് വാനും കസ്റ്റഡിയിലെടുത്തു. ലായിക്കാട് കുന്നുപറമ്പിൽ ശരൺ ശശി, കാക്കാന്തോട് വാലുമേച്ചിറ ടി ഹരീഷ്, മാനന്തവാടി സ്വദേശി വിമല നഗർ പടിഞ്ഞാറേതിൽ രാജേഷ് എന്നിവരെയാണ് ചങ്ങനാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബൊലേറോ പിക്കപ്പ് വാൻ ഉടമ, ഗോഡൌൺ ഉടമ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തു. ഡൽഹിയിൽ ഭീകരാക്രമണ ഭീഷണി. അതീവ ജാഗ്രതയിലാണ് രാജ്യതലസ്ഥാനം. രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പരിശോധന ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെയും ഭീകരാക്രമണ ഭീഷണി ഉണ്ടായിരുന്നു. വെടിനിർത്തൽ കരാറുകൾ നിലനിൽക്കെ ലെബനനിൽ ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണം ശക്തമാക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടന്ന വിവിധ ആക്രമണങ്ങളിൽ ഒരു കുട്ടിയടക്കം 39 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. തെക്കൻ ലെബനനിലെ സക്സാക്സിയ പട്ടണത്തിലുണ്ടായ ശക്തമായ മിസൈൽ ആക്രമണമാണ് വൻ നാശനഷ്ടമുണ്ടാക്കിയത്. ഇവിടെ മാത്രം ഒരു പെൺകുട്ടി ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ഔദ്യോഗികമായ വിശദീകരണം. എന്നാൽ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ട വാർത്തകൾ ഗൗരവമായി കാണുന്നുവെന്നും ഇസ്രയേൽ അറിയിച്ചു. ഏപ്രിൽ 16-ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിർത്തിയിൽ പ്രകോപനങ്ങൾ തുടരുകയാണ്. 4 വർഷത്തോളമായി തുടരുന്ന റഷ്യ-യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് പുടിന്റെ ഈ നിർണായക പരാമർശം. സമാധാന കരാർ ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന. മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ നടന്ന 81ാമത് വിക്ടറി ഡേ പരേഡിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പുടിൻ. 2ാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് സൈന്യം പോരാടിയതിനേക്കാൾ കൂടുതൽ കാലം റഷ്യൻ സൈന്യം യുക്രൈനിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ പിന്മാറ്റ സൂചനകൾ. വിക്ടറി ഡേ പരേഡിൽ ഇത്തവണ റഷ്യയുടെ സൗഹൃദ രാജ്യങ്ങളായ ബെലാറസ്, കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളും പങ്കെടുത്തു. നാറ്റോയുടെ സൈനിക സഹായമാണ് യുദ്ധം നീണ്ടുപോകാൻ കാരണമെന്ന് പുടിൻ കുറ്റപ്പെടുത്തിയെങ്കിലും ചർച്ചകൾക്ക് അദ്ദേഹം വാതിൽ തുറന്നിരിക്കുകയാണ്. Но все-таки это серьезно. Ну, все замечательно, пообещали помощь и начали раскручивать противостояние с Россией, которое продолжается до сих пор. Я думаю, что дело идет к завершению, но все-таки это серьезная вещь. കായിക വാർത്തകൾ. IPL ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. സെമി സാധ്യതകൾ സജീവമാക്കാൻ ചെന്നൈക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. 2ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മുതൽ റായ്പൂരിലാണ് മത്സരം. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക.